മോഹൻലാൽ പറഞ്ഞതുപോലെ ആക്ഷൻ പ്രതീക്ഷിച്ച തുടക്കം കാണാൻ എത്തുന്നവർക്ക് ചെറിയ ചായയും കടിയുമൊക്കെയുണ്ട്. 2018 എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലെ ഇൻഡസ്ട്രി ഹിറ്റ് സംവിധായകനായി മാറിയ ജൂഡ് ആന്റണി ജോസഫിന്റെ പുതിയ ചിത്രമാണ് തുടക്കം. പേര് പോലെ തന്നെ വിസ്മയ മോഹൻലാലിന്റെ സിനിമാ യാത്രയിലെ ഒരു പ്രധാന തുടക്കമാണ് ഈ ചിത്രം. വലിയൊരു താരപുത്രിയുടെ അരങ്ങേറ്റമെന്ന ഹൈപ്പിനൊപ്പം ആക്ഷൻ, ഇമോഷൻ, ത്രില്ലർ തുടങ്ങിയ ഘടകങ്ങളെല്ലാം ചേർത്താണ് ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. വലിയ ബജറ്റിലോ അതിഗംഭീര ക്യാൻവാസിലോ ഒരുക്കിയ സിനിമയല്ല തുടക്കം, മറിച്ച് പരിമിതമായ കഥാപാത്രങ്ങളിലൂടെയും സംഭവങ്ങളിലൂടെ മുന്നോട്ടു പോകുന്ന ഒരു കൊച്ചു സിനിമയാണ്. എന്നാൽ ആ ചെറിയ കഥയ്ക്കുള്ളിൽ ഒരു ത്രില്ലർ അന്തരീക്ഷം സൃഷ്ടിക്കാൻ സംവിധായകൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ സിനിമ എത്രത്തോളം വിജയിക്കുന്നു എന്നാണ് പ്രധാന ചോദ്യം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ അതിനുള്ള ഉത്തരം ഒരു പരിധി വരെ ലഭിക്കും. ചിത്രം തുടങ്ങി അധികം സമയം കഴിയുന്നതിന് മുൻപേ തന്നെ ആശിഷ് ജോ ആന്റണി അവതരിപ്പിക്കുന്ന വില്ലൻ കഥാപാത്രത്തെ സംവിധായകൻ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്നു. സാധാരണ സിനിമകളിൽ വില്ലൻ ആരാണെന്ന് പതിയെ വെളിപ്പെടുത്തുന്ന രീതിയല്ല ഇവിടെ. തുടക്കത്തിൽ തന്നെ വില്ലനെ മുന്നിലെത്തിച്ച് അയാളുടെ സ്വഭാവവും സിനിമയുടെ മൂഡും പ്രേക്ഷകർക്ക് എത്തിക്കുകയാണ് ജൂഡ് ചെയ്തത്. അതോടെ തന്നെ ഒരു കാര്യം മനസ്സിലാക്കാം, തുടക്കം ഒരു കുടുംബചിത്രം മാത്രമല്ല. പിന്നീട് കഥ വിസ്മയ മോഹൻലാൽ അവതരിപ്പിക്കുന്ന മീനുവിലേക്കും അവളുടെ അച്ഛനായ വില്ലേജ് ഓഫീസറിലേക്കും അവരുടെ ജീവിതത്തിലേക്കും നീങ്ങുന്നു. സിനിമയുടെ ഒരു ഭാഗത്ത് കുടുംബ ബന്ധങ്ങളും വൈകാരികതയും കടന്നു വരുന്നുണ്ടെങ്കിലും അതിനുള്ളിൽ തന്നെ ത്രില്ലറിന്റെ ഒരു നിഴൽ സംവിധായകൻ നിലനിർത്തുന്നുണ്ട്. പ്രേക്ഷകന്റെ മനസ്സിൽ പതിയെ ചില ചോദ്യങ്ങൾ ഉണ്ടാകുന്നു. ഈ വില്ലൻ ആരാണ്? അയാൾ എന്തിനാണ് ഇങ്ങനെ പെരുമാറുന്നത്? കഥ എവിടേക്കാണ് പോകുന്നത്? അത്തരം ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. അവിടെ നിന്നാണ് തുടക്കം കൂടുതൽ വേഗം കൈവരിക്കുന്നത്. എഡിറ്റർ ചമൻ ചാക്കോയുടെ കട്ടുകളും സിനിമയുടെ വേഗത നിലനിർത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ സിനിമ ടോപ്പ് ഗിയറിലേക്ക് മാറുന്നു. പ്രേക്ഷകർ നേരത്തെ പ്രതീക്ഷിച്ചിരുന്ന ആക്ഷൻ രംഗത്തിലേക്ക് ചിത്രം എത്തുന്നു. അവിടെയാണ് വിസ്മയ മോഹൻലാലിന്റെ യഥാർത്ഥ വരവ്. മൂവായിത്തായി പരിശീലനം നേടിയിട്ടുള്ള വിസ്മയുടെ ആക്ഷൻ രംഗങ്ങൾ സിനിമയുടെ പ്രധാന ഹൈലൈറ്റുകളിൽ ഒന്നാണ്. ഒരു കിക്കിലൂടെ തന്നെ പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന തരത്തിലാണ് ആ രംഗങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. വിസ്മയുടെ സിനിമയിലെ ആദ്യ പ്രകടനം നോക്കുമ്പോൾ ഒരു തുടക്കക്കാരിയുടെ പരിഭ്രമം ചില രംഗങ്ങളിൽ വ്യക്തമായി കാണാം. പ്രത്യേകിച്ച് സംഭാഷണ രംഗങ്ങളിലും ചില ഇമോഷണൽ സീനുകളിലും ആ സ്വാഭാവികമായ തുടക്കക്കാരിത്വം അനുഭവപ്പെടുന്നുണ്ട്. ശരീരഭാഷയിൽ തന്നെ വലിയൊരു മാറ്റം കാണാം. കഥാപാത്രം എന്ത് ചെയ്യണമെന്ന കാര്യത്തിൽ വ്യക്തതയുള്ള ഒരാളായി അവിടെ വിസ്മയ മാറുന്നു. ഫൈറ്റ് രംഗങ്ങളിൽ കാണിക്കുന്ന ആത്മവിശ്വാസവും ശരീര നിയന്ത്രണവും അഭിനേത്രി എന്ന നിലയിൽ അവർക്ക് മുന്നോട്ട് പോകാനുള്ള വലിയ സാധ്യതയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ തുടക്കം ഒരു പെർഫെക്റ്റ് അരങ്ങേറ്റമല്ലെങ്കിലും മോശമല്ലാത്തൊരു തുടക്കം തന്നെയാണ് വിസ്മയയ്ക്ക് നൽകുന്നത്. അഭിനയത്തിലെ ചില കുറവുകൾ മറികടക്കാൻ ചുറ്റുമുള്ള കഥാപാത്രങ്ങളും ഡബ്ബിംഗ് ആർട്ടിസ്റ്റിന്റെ പ്രകടനവും സഹായിക്കുന്നുണ്ട്. എന്നാൽ ആക്ഷൻ രംഗങ്ങളിൽ മറ്റാരുടെയും സഹായം ആവശ്യമില്ലാത്ത രീതിയിൽ വിസ്മയ തിളങ്ങുന്നു എന്നാണ് പ്രത്യേകത. പക്ഷേ സിനിമയുടെ ഏറ്റവും വലിയ സർപ്രൈസ് ആരാണെന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരമേയുള്ളൂ: ആശിഷ് ജോ ആന്റണി. വില്ലൻ കഥാപാത്രമായി ആശിഷ് നൽകുന്ന പ്രകടനം ശരിക്കും ഞെട്ടിക്കുന്നതാണ്. മറിച്ച് നോട്ടത്തിലൂടെയും മുഖഭാവങ്ങളിലൂടെയും ശരീരഭാഷയിലൂടെയുമാണ് ആശിഷ് അവതരിപ്പിക്കുന്നത്. വലിയ സംഭാഷണങ്ങളൊന്നും കഥാപാത്രത്തിന് തുടക്കത്തിൽ ലഭിക്കുന്നില്ല. സിനിമയുടെ അവസാനത്തോടെ അടുക്കുമ്പോഴാണ് കാര്യമായ സംഭാഷണങ്ങളൊക്കെ വരുന്നത്. പക്ഷേ അതിനു മുൻപ് തന്നെ ആ കഥാപാത്രത്തെക്കുറിച്ചുള്ള ഭയം പ്രേക്ഷകരിൽ ഉണ്ടാക്കാൻ ആശിഷിന് സാധിക്കുന്നുണ്ട്. ഒരു പരിചയസമ്പന്നനായ നടനെ പോലെയാണ് പല രംഗങ്ങളിലും ആശിഷിന്റെ പ്രകടനം. അയാളുടെ നോട്ടത്തിൽ തന്നെ എന്തോ അപകടം വരാനിരിക്കുന്നുവെന്നൊരു തോന്നൽ പ്രേക്ഷകനുമുണ്ടാകും. അതാണ് സിനിമയുടെ ത്രില്ലർ ഘട്ടത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും പ്രധാനമാകുന്നത്. വാസ്തവത്തിൽ തുടക്കം എന്ന സിനിമയുടെ ത്രില്ലർ മൂഡ് നിലനിർത്തുന്നതിൽ ആശിഷിന്റെ പ്രകടനം വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഇവിടെ സായ് കുമാറിനെയും എടുത്തു പറയണം. മീനുവിന്റെ അച്ഛനായെത്തുന്ന അദ്ദേഹം തന്റെ ഭാഗം വളരെ വൃത്തിയായി ചെയ്തിട്ടുണ്ട്. അച്ഛനും മകളും തമ്മിലുള്ള ബന്ധത്തെ അമിതമായി വൈകാരികതയിലേക്ക് കൊണ്ടുപോകാതെ കഥയുടെ ആവശ്യത്തിനനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുകയാണ് സംവിധായകൻ. ഇത് സിനിമയുടെ ആസ്വാദനത്തിന് ഗുണം ചെയ്യുന്നുണ്ട്. കാരണം അച്ഛൻ മകൾ ബന്ധം മാത്രം കേന്ദ്രീകരിച്ച് സിനിമ കൂടുതൽ മെലോഡ്രാമാറ്റിക് ആക്കാമായിരുന്നു. എന്നാൽ ജൂഡ് അതിന് പകരം സംഭവങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ നൽകുന്നു. അതുകൊണ്ട് തന്നെ ഒരു വൈകാരിക രംഗം കഴിഞ്ഞാൽ അടുത്ത സംഭവത്തിലേക്ക് സിനിമ വേഗത്തിൽ നീങ്ങുന്നു. ഇനി തുടക്കം പ്രഖ്യാപിച്ച ദിവസം മുതൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ മറ്റൊരു കാര്യമുണ്ട്. അത് മോഹൻലാലിന്റെ ക്യാമിയോ. മകളുടെ ആദ്യ സിനിമയിൽ അച്ഛന്റെ സാന്നിധ്യം എങ്ങനെയായിരിക്കും എന്നറിയാൻ സ്വാഭാവികമായും ആരാധകർക്ക് വലിയ ആകാംക്ഷയുണ്ടായിരുന്നു. പ്രണവ് മോഹൻലാൽ നായകനായി അരങ്ങേറ്റം കുറിച്ച ആദിയിലും മോഹൻലാലിന്റെ സാന്നിധ്യം നമ്മൾ കണ്ടതാണ്. എന്നാൽ തുടക്കം കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇവിടെ മോഹൻലാൽ എന്ന താരമായി മാത്രം എത്തുന്നില്ല.
കഥയോട് ചേർന്ന് നിൽക്കുന്ന ഒരു കഥാപാത്രത്തെയാണ് സംവിധായകൻ അദ്ദേഹത്തിനായി ഒരുക്കിയിരിക്കുന്നത്. സത്യത്തിൽ ആ കഥാപാത്രത്തെ മറ്റൊരു നടനും ചെയ്യാമായിരുന്നു. പക്ഷേ അത് മോഹൻലാൽ ചെയ്യുമ്പോൾ സംഭാഷണങ്ങൾക്ക് സ്വാഭാവികമായി മറ്റൊരു തലം ലഭിക്കുന്നു. പ്രത്യേകിച്ച് ഒരു അച്ഛൻ മകളോട് സംസാരിക്കുന്നത് പോലെയുള്ള ചില സംഭാഷണങ്ങൾ വരുമ്പോൾ അത് കഥാപാത്രമാണോ സംസാരിക്കുന്നത് അതോ മോഹൻലാൽ തന്നെയാണോ മകളോട് സംസാരിക്കുന്നതെന്ന് പ്രേക്ഷകന് ഒരു നിമിഷം തോന്നിപ്പോകും. മേക്ക് യുവർ ഫാദർ പ്രൗഡ് പോലെയുള്ള സംഭാഷണങ്ങളും ഈ പശ്ചാത്തലത്തിൽ ആരാധകരെ ആവേശത്തിലാക്കാൻ സാധ്യതയുണ്ട്. സിനിമയുടെ കഥ മുന്നോട്ടു പോകാൻ ഈ സീനുകൾ നിർബന്ധമായിരുന്നു എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അല്ല. ഈ രംഗങ്ങൾ ഇല്ലാതെയും സിനിമയ്ക്ക് തടസ്സമൊന്നും സംഭവിക്കുമായിരുന്നില്ല. പക്ഷേ സംവിധായകന്റെ ഉദ്ദേശം മറ്റൊന്നായിരുന്നു. മകളുടെ അരങ്ങേറ്റ ചിത്രത്തിൽ അച്ഛനായ മോഹൻലാലിന്റെ സാന്നിധ്യം ആരാധകർക്ക് നൽകുന്ന ഒരു രോമാഞ്ചം. അങ്ങനെ ഒരു ഉദ്ദേശമായിരുന്നെങ്കിൽ ജൂഡ് ആന്റണി അതിൽ വിജയിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം. ഇനി സിനിമയുടെ മൊത്തത്തിലുള്ള മേക്കിങ്ങിലേക്ക് വരുമ്പോൾ ജൂഡ് ആന്റണി തന്റെ നായികയുടെ ശക്തിയും പരിമിതികളും തിരിച്ചറിഞ്ഞുകൊണ്ടാണ് തുടക്കം ഒരുക്കിയിരിക്കുന്നതെന്നത് ശ്രദ്ധേയമാണ്. വിസ്മയുടെ അഭിനയത്തിലെ പരിമിതികൾ മറച്ചുവെക്കാൻ കഴിയുന്ന തരത്തിൽ കഥാപാത്രത്തെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതേസമയം അവരുടെ ആക്ഷൻ കഴിവുകൾ പരമാവധി ഉപയോഗപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് വലിയ കേടുപാടുകൾ വരുത്താതെ തന്നെ ഒരു പുതിയ അഭിനേത്രിയെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുവാനും സംവിധായകന് സാധിച്ചിട്ടുണ്ട്. ചിത്രത്തിന്റെ ഏറ്റവും വലിയ ശക്തി അതിന്റെ വേഗതയും ആക്ഷൻ രംഗങ്ങളും വില്ലൻ കഥാപാത്രവുമാണ്. അതേസമയം ചില ഭാഗങ്ങളിൽ കഥയുടെ ആഴം കുറവായി തോന്നാം. ചില കഥാപാത്രങ്ങൾക്ക് കൂടുതൽ സ്പേസ് നൽകാമായിരുന്നുവെന്നും തോന്നിയേക്കാം. എന്നാൽ സിനിമ നീണ്ടുപോകാതെ പ്രധാന സംഭവങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നത് ഒരു പോസിറ്റീവ് തന്നെയാണ്. തുടക്കം എന്ന പേര് വിസ്മയുടെ സിനിമാ യാത്രയ്ക്ക് കൃത്യമായി ചേരുന്ന ഒന്നാണ്. കാരണം ഇതൊരു പെർഫെക്റ്റ് തുടക്കമല്ല, പക്ഷേ മുന്നോട്ട് ഒരുപാട് സാധ്യതകളുണ്ടെന്ന് കാണിച്ചു തരുന്ന ഒരു തുടക്കമാണ്. ആക്ഷൻ ചെയ്യാനുള്ള കഴിവ് വിസ്മയ തെളിയിക്കുന്നുണ്ട്. ഇനി അഭിനയത്തിന്റെ മറ്റു മേഖലകളിൽ കൂടുതൽ ആത്മവിശ്വാസം നേടിയെടുക്കാൻ കഴിഞ്ഞാൽ ഒരു അഭിനേത്രി എന്ന നിലയിൽ അവർക്ക് കൂടുതൽ മുന്നോട്ട് പോകാൻ സാധിക്കും. എന്നാൽ ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ ഓർമ്മയിൽ നിൽക്കുന്നത് ഒരുപക്ഷെ വിസ്മയുടെ ആക്ഷൻ മാത്രമായിരിക്കില്ല. അത് ആശിഷ് ജോ ആന്റണിയുടെ പ്രകടനമായിരിക്കും. വില്ലനായി അയാൾ ശരിക്കും ഞെട്ടിച്ചിട്ടുണ്ട്. വലിയ ഡയലോഗുകളില്ലാതെ നോട്ടം കൊണ്ടും ഭാവം കൊണ്ടും ഒരു കഥാപാത്രത്തെ എത്രത്തോളം ഭയപ്പെടുത്താൻ സാധിച്ചുവെന്നത് തന്നെയാണ് ആശിഷിന്റെ പ്രകടനത്തിലെ പ്രത്യേകത. അതിനാൽ തുടക്കം എങ്ങനെയുള്ള സിനിമയാണെന്ന് ഒറ്റവാക്കിൽ പറയേണ്ടി വന്നാൽ മോശമാകാത്തൊരു ആക്ഷൻ ത്രില്ലർ എന്ന് പറയാം. വലിയ പ്രതീക്ഷകളുമായി എത്തുന്ന എല്ലാവരെയും ഒരേപോലെ തൃപ്തിപ്പെടുത്തുമോ എന്നത് വ്യക്തിപരമായ ആസ്വാദനത്തെ ആശ്രയിച്ചിരിക്കും. പക്ഷേ വിസ്മയയ്ക്ക് ഇത് നല്ലൊരു തുടക്കമാണ്. ജൂഡ് ആന്റണി ആ തുടക്കം സുരക്ഷിതമാക്കിയിട്ടുണ്ട്. ആക്ഷൻ രംഗങ്ങളിൽ വിസ്മയ തിളങ്ങുന്നു. സായ്കുമാർ തന്റെ ഭാഗം ഭംഗിയായി ചെയ്യുന്നു. മോഹൻലാലിന്റെ സാന്നിധ്യം ആരാധകർക്ക് വേണ്ടിയുള്ള രോമാഞ്ചം നൽകുന്നു. പക്ഷേ ഇതിനെല്ലാം മുകളിൽ ഈ സിനിമയിലെ യഥാർത്ഥ ഷോ സ്റ്റീലർ ആരാണെന്ന് ചോദിച്ചാൽ അത് ആശിഷ് ജോ ആന്റണി തന്നെയാണ്. തുടക്കം ഒരു പക്ഷേ മലയാള സിനിമയിലെ ഒരു വലിയ ഗെയിം ചേഞ്ചർ ആയിരിക്കില്ല. പക്ഷേ വിസ്മയുടെ സിനിമാ യാത്രയ്ക്ക് ഇത് മോശമല്ലാത്തൊരു തുടക്കമാണ്. അതുകൊണ്ട് തന്നെ ആക്ഷനും ചെറിയൊരു ത്രില്ലറും കുറച്ച് ഇമോഷനും ഒക്കെയായി ഒരു കൊച്ചു സിനിമ കാണാൻ താല്പര്യമുള്ളവർക്ക് തുടക്കം പരീക്ഷിക്കാവുന്നതാണ്.